विश्वामिनिश्रुतजनप्रियदानशीले श्रीवेङ्कटेशदैते तव सुप्रभातमरविन्दलोचने भवतु प्रसन्नमुखचन्द्रमण्डले
ഒതുക്കി വെച്ചേ. ആ യൂണിഫോം അച്ഛനോട് വാ. എൻ്റെ അച്ഛമ്മ കാണട്ടെ എൻ്റെ കുട്ടനെ. പോയി കുളിക്ക് കുട്ടിയെ. നീ അമ്മയോട് വന്നേ. എനിക്ക് ഒരു കൂട്ടം ചോദിക്കട്ടെ. എന്താ അമ്മേ? ഇല്ലമ്മേ, പൈസ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് തരാമെന്ന് പറഞ്ഞു.
എവിടെ പോയി? ആ ഞാനോ മെമ്പറാ. അന്ന് വോട്ട് ചോദിക്കാൻ വന്നത് ഓർമ്മയില്ലേ? വോട്ട് ചോദിക്കാൻ വന്നില്ലേ? വോട്ട് ചോദിക്കാൻ എന്താ ചെയ്യാ? ആദ്യമേ കാണാൻ ഓടി വരുന്നുണ്ട്. എനിക്ക് നൂറുകൂട്ടം കാര്യങ്ങളല്ലേ വാർഡില്. എന്ത് ചെയ്യാനാ? ആദ്യമേ വാർഡില് പശു, തൊഴുത്ത്, പിന്നെ കട്ടില്, അലമ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്റെ മണ്ടയിലാണ്. എല്ലാത്തിനും എന്റെ കുട്ടിയുടെ കൈ എത്തണം. എന്റെ കുട്ടിയെ ഇങ്ങനെ നിൽക്കാൻ വയ്യ. നമുക്ക് ഇരിക്കാം. എനിക്ക് ഒരു കൂട്ടം പറയാണ്ട്. എന്താ ആദ്യമേ വല്ലാതെ ക്ഷീണം തോന്നൂലോ. മരുന്നൊക്കെ കഴിക്കുന്നില്ലേ? എല്ലാ മാസം പെൻഷൻ ഒന്നും കിട്ടുന്നില്ലല്ലോ. അതെന്താ? അത് എന്നോടാണോ ചോദിക്കണേ? എന്റെ ശാരദ പണിക്ക് പോയാ പൈസ കിട്ടുന്ന ദിവസം എനിക്ക് മരുന്ന് മേടിക്കും. അപ്പൊ മരുന്നൊക്കെ മൊത്തം കഴിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. എല്ലാ പെൻഷനോടും ഒന്നിച്ചു തരാട്ടോ. ആയിട്ടാണോ? ഫ്രീയായിട്ടല്ല, പണമായിട്ട് വീട്ടിൽ കൊണ്ട് തരാട്ടോ. എന്റെ ശാരദ വലിയ കഷ്ടപ്പാടിലാണ്. പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു സഹായം എന്റെ ശാരദയ്ക്ക് കൊടുക്കാൻ പറ്റുമോ മെമ്പറേ? ആദ്യമേ വിഷമം എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പെൻഷൻ അപേക്ഷിച്ചിട്ടില്ലേ? നാളെ ഞാൻ പഞ്ചായത്ത് പോകുമ്പോ അന്വേഷിക്കാം. അധികം താമസിയാതെ കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. കിട്ടും. എന്റെ കുട്ടിയെ തയ്ക്കാനൊക്കെ അറിയാം. ഇപ്പൊ മെമ്പർ പറഞ്ഞല്ലോ തയ്യൽ മെഷീനൊക്കെ ഉണ്ടെന്ന്. എന്റെ ശാരദയ്ക്ക് കിട്ടുമോ? കിട്ടും. നാളെ ഗ്രാമസഭ കൂടുന്നുണ്ട് പഞ്ചായത്തിന്റെ. ഗ്രാമസഭ അതിലെ സ്വയം തൊഴിൽ പദ്ധതിയൊക്കെ ഉണ്ട്. ശാരദയോട് അപേക്ഷ വയ്ക്കാൻ പറയണം. പിന്നെ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് കുഞ്ഞാഭിഷനൊക്കെ. എന്റെ കുട്ടിക്ക് കിട്ടൂലേ? ശരിയാക്കി തരാം. എല്ലാം ശരിയാക്കി തരാം. എല്ലാം ശരിയാക്കുവോ? എല്ലാം ശരിയാക്കി തരാം. എനിക്കൊരു പട്ടി കിട്ടുമോ? ആ നാണൂരൊക്കെ കിട്ടുന്നു കിട്ടുമോ? പട്ടിന് ചോദിച്ചപ്പോ മെമ്പർ പോവാണല്ലോ. എന്റെ വീട്ടിലേക്ക് ഒരു കട്ടില് കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നിട്ട് അതിന് തള്ളത്തെ ഒക്കെ ശരിയാക്കി തരാന്ന് പറഞ്ഞതാ. ശരിയാക്കുവോ? പിന്നെ കഴിഞ്ഞ തവണ മുട്ടക്കോഴി വന്നില്ലേ? മുട്ടക്കോഴി 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 കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ നിന്ന് മുട്ടക്കോഴി എന്ന് പറഞ്ഞ് മെമ്പർ തന്നതേ 2 പൂവനാ. പൂവൻ പൈസക്ക് ഇന്റെ ശാരദ കോഴിക്കൂടും പണിതും മുട്ട കിട്ടുന്നു തിരിച്ചേ. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായേ? 2 ദിവസം ആയില്ല. അപ്പോഴത്തേന് അപ്പുറത്തെ വീട്ടിലെ പട്ടിയോളാവും കോഴിയോളം കൊണ്ടേ. അപ്പൊ ഉണ്ടായേ എല്ലാം ശരിയാവണ്ടേ? അത് നന്നായി. എന്താ അല്ല പട്ടികൾ അറിയില്ല പറഞ്ഞാണ്. പട്ടിയോളം അറിയണ്ട്. ഈ പണ്ടാരക്കാലിക്ക് വരാൻ കണ്ട സമയം
മെമ്പറുടെ കയ്യിലാണ് കൊടുത്തേ. ഓഹോ ആ, മെമ്പറുടെ കയ്യിലല്ലേ ഞാൻ തന്നെ. അതെ മെമ്പറുടെ കയ്യിലാണ് കൊടുത്തേ. എന്താ മെമ്പർ ശരിയാക്കി ശരിയായില്ലേ ഭരിക്കുന്നതൊക്കെ നിങ്ങളായിരിക്കും, പക്ഷേ ഞാൻ എന്തെങ്കിലും അഭ്യാസം കാണിച്ചു സെക്രട്ടറിയെ. അതല്ല അത്തേമേ. ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആരാന്നുള്ളത് അത്തേമയ്ക്ക് അറിയില്ലേ? അതൊക്കെ അറിയാം. അതിത്ര ആലോചിക്കാനൊന്നുമില്ല. ഭരണസമിതി തീരുമാനിക്കും, ഞങ്ങളത് നടപ്പിലാക്കും. ഭരണസമിതി ഒക്കെ തീരുമാനിക്കും മെമ്പറെ. പക്ഷേ എവിടുന്ന ഈ തീരുമാനം വരുന്നെന്നുള്ളത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. മെമ്പർക്ക് പരിചയക്കുറവുണ്ട്, അതുകൊണ്ട് തോന്നണതാ. അത് കലക്ടീവ് സെക്രട്ടറി കേട്ടോ. ആദ്യമേ മെമ്പർ പറയുന്നത്, സെക്രട്ടറി പറയുന്നത് 2 തവണ. എങ്ങനെ 2 തവണ ഇവിടെ മത്സരിച്ച് ജയിച്ച് ജനകീയ മെമ്പറായ എനിക്ക് ഒന്നും അറിയില്ലാന്ന്. ഞാൻ അറിയാതെ അവിടെ എന്തെങ്കിലും നടക്കോ സെക്രട്ടറിയെ? കൂടാതെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. എന്റെ കൃഷ്ണ, ഞാൻ കൂടെ അപ്പൊ എന്താ നടക്കണേ? അതല്ല അത്തേമേ, ഇവിടെ ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട്. അത്തേമ മറക്കണ്ട. കീഴ്വഴക്കുമ്പോൾ മറക്കണ്ട കുട്ടിയെ. നിങ്ങളൊക്കെ വിചാരിച്ചാലേ ഇത് നടക്കൂ. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ മെമ്പറേ. അങ്ങനെ ആയിക്കോട്ടെ സെക്രട്ടറി, അതല്ലേ പതിവ്. എന്നാ പിന്നെ നിങ്ങളുടെ തീരുമാനം നടക്കട്ടെ, ഞാനൊന്നും പറയില്ലേ. അങ്ങനെ ആവട്ടെ. അല്ല, സെക്രട്ടറി പോവാണോ? ചാരുടെ പെൻഷന്റെ കാര്യം അറിയാനല്ലേ വന്നേ? എന്നാ ശരിയാക്കും. ശരിയാക്കും. ഞാൻ ശരിയാക്കി തരാം. അക്ക ശരിയാക്കുന്നുണ്ട്. അതല്ലേ ഉടനെ ശരിയാക്കി തരാം ഞങ്ങൾ കേട്ടോ. ഓ ഉടനെ നടത്തും. കൃഷ്ണ, നടത്തി തന്നാ മതി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങിയാലോ? അല്ല, ഇവിടെ മെമ്പർ ഉണ്ടായിരുന്നോ? അത് നന്നായി. ശോഭന്റെ വാറ്റിൽ കുത്തിയപ്പൊക്കെ കഴിഞ്ഞോ? എപ്പം കഴിഞ്ഞതല്ലേ? ഞാൻ ഇപ്പൊ മഴക്കാലമല്ലേ, അതിന്റെ കാര്യം പറയാൻ വന്നതാണ്. എന്താ ബോധമൊക്കെ വന്നോ? ആളുകൾക്ക് ബോധവൽക്കരണത്തിന് ഇറങ്ങിയിട്ട് ഇവിടെ നിങ്ങളെ പോലെ സെക്രട്ടറിമാർക്ക് മുന്നിൽ വന്നാലല്ലേ ബോധം വരുള്ളൂ. ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ലല്ലോ. നമ്മളൊക്കെ ആദ്യം ശ്രമിക്കുന്നുണ്ടെന്നേ. മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന ഭാഗത്തൊക്കെ നാട്ടിൽ പറയുന്നത് സെക്രട്ടറി വന്നാൽ മാത്രം ഞങ്ങൾ ചെയ്യുന്നതാണ്. എന്ത് ചെയ്യാനാ, എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. എന്നാ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ. അത് ഞാൻ പറയാനിരിക്കുന്നു. സെക്രട്ടറി കൂടെ ഉണ്ടെങ്കിൽ പ്രസിഡന്റ് മാത്രം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്കൊരു അംഗത്വമാണ്. ആയിക്കോട്ടെ. ഞാൻ ഇവിടെ തന്നെ ആവാമല്ലോ. ഞാൻ തുടങ്ങിക്കോളും മെമ്പറെ. ഞാനങ്ങോട്ട് ആയിക്കോട്ടെ സെക്രട്ടറി. പോവല്ലേ? അതേപോലുള്ള പൊതുപ്രവർത്തനത്തിൽ മാത്രമേ ഞങ്ങൾ സഹായമാകുള്ളൂ. ഞാനും നിൽക്കാം. നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം ബോധവൽക്കരണ മെമ്പറെ. തുടങ്ങിക്കോളെ. അതന്നെ ഇവരൊക്കെ വന്നത് എന്തിനാറിയോ? ഇവരേ ഒന്നും മനസ്സിലാവാനില്ല. മഴയില്ലേ മഴ. മഴ വരുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറയാനായി വന്നതാണ് ഇവര്. ആണോ? ആ എനിക്ക് ഒന്നും മനസ്സിലായില്ല കുട്ടിയെ. മഴ പെയ്യുന്ന കാര്യാണല്ലേ. ഇതാ മഴ പെയ്തിട്ട് ഇപ്പഴാ ചോരണേ. ഇപ്പൊ 2 ദിവസമായി ഇപ്പഴേ ചോരുന്നുണ്ട്. ചോർച്ച നടക്കുന്ന കാര്യല്ലേ? ചോർച്ചടക്കുന്ന കാര്യമൊക്കെ വലിയ വലിയ ആൾക്കാർ ചെയ്യണതല്ലേ ആദ്യമേ. നമ്മുടെ മുല്ലപ്പെരിയാർ പോലെ. മുല്ലപ്പെരിയാറോ? എന്താ അത്? പറയൂ സെക്രട്ടറിയെ, എന്താ അത്? നമുക്കൊന്ന് നിശ്ചയിക്കാട്ടോ. അതല്ല അതേമേ, മഴ പെയ്ത് വലിയ വെള്ളം കെട്ടി നിൽക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. അതായത് നമ്മുടെ പറമ്പില് ചിരട്ട, പൊട്ടിയ ചട്ടി, മനസ്സിലായില്ലേ? അതെല്ലാം വെള്ളം കെട്ടി നിറഞ്ഞ് കൊതുകൾ നിറയില്ലേ, പല അസുഖങ്ങൾ വരില്ലേ, അതിൻ്റെതായ കാര്യങ്ങളാണ് അത് പറഞ്ഞത്. പക്ഷേ അതിന്റെ ഇതായിട്ട് ഞാൻ നോട്ടീസിൽ എഴുതിയിട്ടുണ്ട്. ഇത്
ചോദിച്ചു. കൊട ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഒക്കെ നല്ലതിന്റെ കുട്ടിയെ. ജലദോഷം വന്നോ? അറിയില്ല കുട്ടിയെ. ഇപ്പൊ നനച്ചിട്ടുണ്ടെങ്കിൽ അമ്മേ അതിന്റെ മുടിയെ വെച്ച് ഉണക്കി തരാം. എന്റെ കുട്ടിയെ തൊണ്ടി. അല്ല, എന്താ ഈ സമയത്ത് വിളക്കൊണ്ട്? വിളക്ക് വയ്ക്കുന്ന സമയമല്ലേ കുട്ടിയെ? നോക്കി എന്ത് ഇരുട്ടാണ്. അമ്മേ, അമ്മയുടെ ഒരു കാര്യം എന്നാ, നല്ല മഴ ഇരുട്ടുവാണ് അമ്മേ. സമയമൊന്നും ആയിട്ടില്ല. ഞാൻ വിളക്ക് വയ്ക്കാറായിരുന്നു ടീച്ചേ. ചാനനെ എപ്പോ പിടിച്ചത് മഴയാ. വരുന്ന വഴിയിലൊക്കെ വെള്ളം കയറിയുണ്ടോ? പിന്നെ പാടവർക്കൊന്നും കാണാനില്ല, എല്ലാടും വെള്ളം. മെമ്പർ പറയാ നമ്മൾ ഇവിടുന്ന് മാറേണ്ടി വരും. ഇങ്ങനെ മഴ നിൽക്കുകയാണെങ്കിലേ നമ്മളിന്ന് രാത്രി തന്നെ മാറേണ്ടി വരും. നമ്മൾ എങ്ങോട്ട് പോകേണ്ട കാര്യം പറഞ്ഞേ. അതൊക്കെ മെമ്പർ പറഞ്ഞു തരും. അമ്മ വിഷമിക്കാതിരിക്കും. ഇനി ഒരു വട്ടം വന്ന് പോയതാണ് മെമ്പറ്. നീ ആ ചട്ടി എടുത്ത് ഉള്ളിക്ക് വെച്ചോ കാട്ടെ. എവിടേക്ക് പോകേണ്ട കാര്യമായിട്ടൊന്ന് ചാനല പറയുന്നേ. മെമ്പർ പറഞ്ഞല്ലേ. പുഴയുടെ ഇരുകരയിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥലത്തേക്ക് മാറേണ്ടതിനാൽ എത്രയും പെട്ടെന്ന് സ്കൂളിൽ തയ്യാറാക്കിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. പ്രദേശനിവാസികളുടെ പ്രത്യേക ശ്രദ്ധ. കയ്യൂർ പുഴയിൽ ക്രമാതീതമായി ജലജലം ഉയരുന്ന സാഹചര്യം. പുഴയുടെ ഇരുകരയിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥലത്തേക്ക് മാറേണ്ടതിനാൽ എത്രയും പെട്ടെന്ന് സ്കൂളിൽ തയ്യാറാക്കിയ മഴ പെയ്ത് വെള്ളം കൂടി വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് ആൾക്കാരൊക്കെ മാറണമെന്നാ പറയണേ. അമ്മ പറഞ്ഞു നമ്മൾ ഇവിടുന്ന് മാറേണ്ടി വരും. അറിയില്ല കുട്ടിയെ, നമ്മുടെ വീടിന്റെ അവസ്ഥ. ഒന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ആ മഴയിൽ നിൽക്കല്ല കുട്ടിയെ. ചെറുത്തേക്ക് ഇറങ്ങിയാലും മഴയാണ്. ഓടാ ജോലി നടക്കണം. അതേമേ, വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ? നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് മാറണം. രാത്രി ഇരുട്ടാവാതെ പോകണം. അതിന് മുന്നേ നമുക്ക് ഇവിടെ പോകണം. നമുക്ക് പോവാം, സ്കൂളിലേക്ക് പോവാം. ഒന്നും ആലോചിക്കണ്ട. അല്ല, എന്താ വേണ്ടത് ഈ സന്ധ്യ നേരത്ത്? നീ പോവാ. വളരെ തണുപ്പുകൂടാണ്. ദൈവമേ, നല്ല മഴ. വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ? ഇവിടുത്തെ ജോലികൾക്കൊന്നും വിലയില്ല. നമുക്ക് എത്രയും വേഗം നമുക്ക് സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറണം. അതുകൊണ്ട് ഈ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉയർത്തി വെക്കാം. ഞാനും കൂടെ നിന്റെ കൂടെ. എന്താ പറയണേ? ഒന്നുമില്ല അമ്മേ, നമ്മളിവിടുന്ന് മാറണമെന്ന് പറയാനേ. നമ്മളിവിടെ കിടന്ന് വല്ല അപകടം പറ്റി ആരുണ്ടമ്മേ നമുക്ക്? നമ്മൾ എങ്ങോട്ട് പോകേണ്ട കാര്യം പറയണേ? ഞാൻ പോയി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. കഴിഞ്ഞതൊന്നും മറക്കല്ലേ കണ്ടതേ. അമ്മേ, അമ്മ എന്താണ് ഈ പറയുന്നത്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്?
അതെ നീ അകത്ത് പോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം പോവേ നീ കൂടി പോ ആദ്യമേടെ വിഷമം എനിക്ക് മനസ്സിലാകും ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല നമുക്ക് പോയേ പറ്റൂ ആദ്യമേ ജീവനുണ്ടെങ്കിലല്ലേ ജാതി മതമുള്ളൂ ആദ്യം നമുക്ക് ജീവൻ സംരക്ഷിക്കാം ആ വാസുദേവൻ ഇളയുടെ കുടുംബവും അമ്പലക്കാട്ടെ രാമകൃഷ്ണനാരായണന്റെ കുടുംബവും എല്ലാം അവിടെ ഉണ്ട് ആ അവരൊന്നും ജാതി നോക്കി ഇരുന്നില്ലല്ലോ ഒന്നും ചിന്തിക്കണ്ട എന്റെ ഒപ്പം വരിക ബാക്കി ഒന്നും ഇപ്പൊ ചിന്തിക്കണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം ഞാൻ അകത്ത് പോയി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ നോക്കട്ടെ അദ്ദേഹം ഒന്നും ചിന്തിക്കണ്ട എനിക്ക് പോകാൻ കഴിയോ എനിക്ക് അങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക് തോന്നണ്ട ഇല്ല എനിക്ക് കഴിയില്ല വൈകിട്ട് അസ്ഥിതറയ്ക്ക് മനസ്സ് വയ്ക്കുന്ന ആളാ ഞാന് അതുകൊണ്ട് ഞാന് സ്കൂളിലേക്ക് പോവേ എന്റെ മകനൊന്നും വന്നാലേ എവിടെ
ആഘാതം ചെറുതല്ല. നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകങ്ങളിൽ ആസ്തി വിവരവും മരണസംഖ്യയും മാത്രം കാണുന്നത് ഓർക്കുക. വിദ്യാഭ്യാസം പാഠപുസ്തകം നഷ്ടമായി പഠിക്കാൻ കഴിയാത്ത എന്നെപ്പോലുള്ള നിരവധി ബാധ്യതകളും ഈ സമൂഹത്തിലുണ്ട്. വിലപിടിപ്പുള്ള വസ്തുക്കൾ വാരിക്കെട്ടുന്ന കൂട്ടത്തിൽ മറക്കാതിരിക്കുക. പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളും വിലയുള്ളവരും